Hello everyone, welcome to our YouTube channel. ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഈ ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. കൂടെ തന്നെ അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ എപ്പോഴൊക്കെ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ മുഴുവനായി കാണുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസും സജഷൻസും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 11 ബയോളജിയുടെ ചാപ്റ്റർ 2 ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ എന്താണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന്റെ ആവശ്യകത? അത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഇപ്പൊ നോക്കുക, ഒരു സ്കൂളിൽ ഒത്തിരി സ്റ്റുഡൻസ് ഉണ്ട് അല്ലെ. അപ്പൊ ഇവരെ നമ്മൾ ഓരോ ക്ലാസ്സിലേക്ക് അസൈൻ ചെയ്യാതെ എല്ലാവരെയും ഒരു ക്ലാസ്സിലിരുത്തി എന്തുകൊണ്ട് പഠിപ്പിക്കുന്നില്ല? കാരണം ഇവരുടെ ഏജ്, അവരുടെ കഴിവുകൾ, അവരുടെ നോളേജ് ലെവൽ ഇതെല്ലാം ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ അത് അങ്ങനെ കുറെ ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവരെ ഓരോ ക്ലാസ്സുകളിലേക്ക് അസൈൻ ചെയ്തിട്ട് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ എർത്തില് ഒത്തിരി ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ ഈ ഓർഗാനിസംസിനെ എന്തെങ്കിലും ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്ത് നമ്മൾ അതിനെ ഓരോ ഗ്രൂപ്പ്സിലായിട്ട് കാറ്റഗറൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഓർഗാനിസംസിനെ അതിന്റെ സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിസിമിലാരിറ്റീസ് അല്ലെങ്കിൽ അതിന്റെ ഡിസ്റ്റിങ്റ്റീവ് ക്യാരക്ടേഴ്സ് ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് അതിനെ ഓരോ ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ സബ് ഗ്രൂപ്പിലേക്ക് കാറ്റഗറൈസ് ചെയ്യുന്ന ആ മെത്തേഡിനെയാണ്, ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ is the scientific procedure of arranging organisms into groups and subgroups based on their similarities and dissimilarities. അപ്പോൾ ഓർഗാനിസംസിനെ അതിന്റെ സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിസിമിലാരിറ്റീസിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ അതിന്റെ സബ് ഗ്രൂപ്പിലേക്ക് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന ആ സയന്റിഫിക് പ്രൊസീജിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ സയന്റിഫിക് പ്രൊസീജിയർ ആണ് അറേഞ്ചിങ് ഓർഗാനിസം ഇൻ ടു ഗ്രൂപ്പ്സ് ആൻഡ് സബ് ഗ്രൂപ്പ്സ് based on the similarities and dissimilarities and placing the groups in hierarchy of categories. എന്താണ് hierarchy of categories? അതായത് ലോവർ ഓർഗാനിസംസിനെ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക. ഇനി ഹൈലി ഇവോൾവ്, ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് നമ്മൾ ഹയർ കാറ്റഗറീസിലേക്ക് ഉൾപ്പെടുന്നു. അപ്പൊ ലോവർ ടു ഹയർ റാങ്കിലേക്കാണ് നമ്മൾ ഓർഗാനിസംസിനെ ഗ്രൂപ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനാണ് ഹയറാർക്കി ഓഫ് കാറ്റഗറീസ് എന്ന് പറയുന്നത്. സോ അതാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. ഇനി ആദ്യമായി ഒരു ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അറ്റംപ്റ്റ് ചെയ്യുന്നത്, സയന്റിഫിക് ബേസിസിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അറ്റംപ്റ്റ് ചെയ്യുന്നത് അരിസ്റ്റോട്ടിലാണ്. അരിസ്റ്റോട്ടിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അരിസ്റ്റോട്ടിൽ മെയ്ഡ് ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ഓഫ് സയന്റിഫിക് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, പക്ഷെ അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ സിമ്പിൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരുന്നു. സിമ്പിൾ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്. അപ്പൊ അദ്ദേഹം പ്ലാന്റ്സിനെ ട്രീസ്, ഷ്രബ്സ്, ഹെർബ്സ് എന്ന് ഇങ്ങനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തു. ജസ്റ്റ് മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്ത്. ഇപ്പൊ ഹെർബ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഷോർട്ട് സൈസ്ഡ് പ്ലാന്റ്സ് ആണ്, വുഡി ടിഷ്യൂസ് ഒന്നും ഇല്ല, ജെന്റിൽ ആയിട്ടുള്ള സ്റ്റെമ്മൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് അല്ലെ. ഇനി ഷ്രബ്സ് എന്ന് പറയുമ്പോൾ ഹെർബിനെക്കാളും കുറച്ചുകൂടെ വലുത്, മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ്, വുഡി പ്ലാന്റ്സ് ആണ്. ഇനി ട്രീസ് എന്ന് പറയുമ്പോൾ ടോൾ ബിഗ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തായിരുന്നു അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ പ്ലാന്റ്സിനെ അദ്ദേഹം മൂന്നായിട്ടാണ് കാറ്റഗറൈസ് ചെയ്തത്, ട്രീസ്, ഷ്രബ്സ് ആൻഡ് ഹെർബ്സ് എന്ന്. ഇനി ആനിമൽസിനെ അദ്ദേഹം രണ്ട് ഗ്രൂപ്പായിട്ട് കാറ്റഗറൈസ് ചെയ്തു. റെഡ് ബ്ലഡ് ഉള്ള ഓർഗാനിസംസ്, റെഡ് ബ്ലഡ് ഇല്ലാത്ത ഓർഗാനിസംസ്. ഓക്കെ, അപ്പോൾ റെഡ് ബ്ലഡ് ഉള്ള ആനിമൽസ് എല്ലാം ഒരു കാറ്റഗറിയിൽ, റെഡ് ബ്ലഡ് ഇല്ലാത്ത ഓർഗാനിസംസ് എല്ലാം മറ്റൊരു കാറ്റഗറിയിൽ. ഓക്കെ, സോ ഇതായിരുന്നു അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ അരിസ്റ്റോട്ടലിന്റെ ക്ലാസിഫിക്കേഷൻ ഒരു കംപ്ലീറ്റ് സയന്റിഫിക് ബേസിസിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിലൊരു അതായത് അത്രയ്ക്കും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് കാര്യങ്ങൾ കൺസിഡർ ചെയ്തിട്ടില്ല. ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ. അങ്ങനെയാണ് ടു കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നത്. ടു കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കാൾ ലിനസ് ആണ്. അപ്പൊ കാൾ ലിനസ് ആണ് ടു കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ടു കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ അദ്ദേഹം ചെയ്തത് എന്താന്ന് വെച്ചാൽ എല്ലാ പ്ലാന്റ്സിനെയും കിങ്ഡം പ്ലാന്റയിൽ ഇൻക്ലൂഡ് ചെയ്തു, എല്ലാ ആനിമൽസിനെയും കിങ്ഡം ആനിമേലിയയിലും ഇൻക്ലൂഡ് ചെയ്തു. ഓക്കെ,
അപ്പോൾ 2 കിങ്ഡം ആണുള്ളത്, കിങ്ഡം പ്ലാന്റ് ആൻഡ് കിങ്ഡം ആനിമേലിയ. ഓക്കെ, പക്ഷേ ഈ ക്ലാസിഫിക്കേഷനിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മൾ അഡ്വാൻറ്റേജ് ആയിട്ട് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക്, അതായത് പ്ലാന്റിന്റെ ഫീച്ചേഴ്സ് ഉള്ള എല്ലാം പ്ലാന്റ്സ്, ആനിമലിന്റെ ഫീച്ചേഴ്സ് ഉള്ളതെല്ലാം ആനിമൽസ്, നമുക്ക് പെട്ടെന്ന് ഓർഗാനിസത്തിനെ തിരിച്ചറിയാനും മനസ്സിലാക്കാനും പെട്ടെന്ന് തന്നെ ക്ലാസിഫൈ ചെയ്യാനും പറ്റും. എന്നാൽ ഇതിന് ഒത്തിരി ഡിസഡ്വാൻറ്റേജസും ഉണ്ടായിരുന്നു. കാരണം ഈ സിസ്റ്റത്തിന് യൂക്കാരിയോട്സ്, പ്രോകാരിയോട്സ്, അല്ലെങ്കിൽ യൂണിസെല്ലാർ, മൾട്ടിസെല്ലാർ, അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക്, നോൺ ഫോട്ടോസിന്തറ്റിക്, ഇങ്ങനെ ഒരു ഓർഗാനിസത്തിനെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റിയില്ല. കാരണം എല്ലാ ഓർഗാനിസംസിനെയും ഈ 2 കിങ്ഡത്തിലേക്കാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടോ ഓർഗാനിസത്തിന്, ന്യൂക്ലിയർ മെംബ്രെയിൻ ഇല്ലേ, ഇനി അത് യൂണിസെല്ലാർ ആണോ മൾട്ടിസെല്ലാർ ആണോ, ഓർഗാനിസത്തിന്റെ ന്യൂട്രീഷൻ ടൈപ്പ് എന്താണ്, ഇതൊന്നും കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. അതുപോലെ തന്നെ കുറെ അധികം ഓർഗാനിസംസിനെ ഈ 2 ഗ്രൂപ്പിലും ഫിറ്റ് ചെയ്യാൻ പറ്റാതെ വന്നു. അതായത് ഏതിലാണ് കാറ്റഗറൈസ് ചെയ്യേണ്ടത് എന്ന് അറിയാൻ പറ്റാതെ കുറെ ഓർഗാനിസംസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈറസസ്, ലൈക്കൺ, ഇതൊക്കെ ആ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ വൈറസ്, ലൈക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഗയുടെ ഫംഗയുടെ ഒരു അസോസിയേഷൻ. അപ്പോൾ ഇതിനെ ഏത് കാറ്റഗറിയിലാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ വന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു കോൾ ലിനസിന്റെ 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന്റെ ഡിസഡ്വാൻറ്റേജസ്. ഓക്കെ, സോ കോൾ ലിനസ് ആണ് 2 കിങ്ഡം സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. 2 കിങ്ഡം ആയിട്ടാണ് അദ്ദേഹം ക്ലാസിഫൈ ചെയ്തത്, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമേലിയ. സോ മേജർ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് യൂക്കാരിയോട്ട്, പ്രോകാരിയോട്ട്, യൂണിസെല്ലാർ, മൾട്ടിസെല്ലാർ, ഫോട്ടോസിന്തറ്റിക്, നോൺ ഫോട്ടോസിന്തറ്റിക്, ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ, ഒരു ഡിസ്റ്റിങ്ക്യൂഷൻ ഇല്ല. അതുപോലെ തന്നെ കുറെ അധികം ഓർഗാനിസംസ് ഈ 2 കാറ്റഗറിയിലും പെടാതെ, അത് ഏതിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് അറിയാതെ കുറെ ഓർഗാനിസംസ് ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ വൈറസസ്, ലൈക്കൺ. ഓക്കെ, അങ്ങനെ ഈ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യാൻ സഫീഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ അതിനെ കൃത്യമായി ക്ലാസിഫൈ ചെയ്യാൻ ഈ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിന് പറ്റിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. സോ അതിൻ്റെ ആ ഡിസഡ്വാൻറ്റേജ് കാരണമാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വരുന്നത്. സോ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് R.H. Whittaker ആണ്. R.H. Whittaker 1969 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പ്രപ്പോസ് ചെയ്യുന്നത്. സോ അദ്ദേഹം 5 കിങ്ഡം ആയിട്ടാണ് ഈ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ് 5 കിങ്ഡം? കിങ്ഡം മൊനീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമേലിയ. ഓക്കെ, സോ 5 കിങ്ഡം ആണുള്ളത്. ഏതൊക്കെയാണത്? മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ് ആൻഡ് ആനിമേലിയ. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ കുറെ അധികം അതായത് കുറെ അധികം ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്ത്, ഏതൊക്കെയാണ് മെയിൻ ക്രൈറ്റീരിയാസ്? സെൽ സ്ട്രക്ചർ, താലസ് ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ, ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. അപ്പോൾ സെൽ സ്ട്രക്ചർ എന്താണ്? ആ ഓർഗാനിസത്തിന്റെ സെൽ സ്ട്രക്ചർ യൂണിസെല്ലാർ ആണോ, അതായത് മൾട്ടിസെല്ലാർ ആണോ, അല്ലെങ്കിൽ അത് പ്രൊകാരിയോട്ട് ആണോ, യൂക്കാരിയോട്ട് ആണോ, അതുപോലെ തന്നെ അതിന്റെ താലസ് ഓർഗനൈസേഷൻ എന്താണ്, അല്ലെങ്കിൽ മോഡ് ഓഫ് ന്യൂട്രീഷൻ അത് ഫോട്ടോസിന്തറ്റിക് ആണോ, അല്ലെങ്കിൽ ഹെറ്ററോട്രോഫ് ആണോ, അല്ലെങ്കിൽ റീപ്രൊഡക്ഷൻ മെത്തേഡ് ഏതാണ്, അല്ലെങ്കിൽ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് അതിന്റെ എവല്യൂഷണറി റിലേഷൻഷിപ്സ് ഏതൊക്കെയാണ്. അപ്പൊ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, സോ 5 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ 5 കിങ്ഡം ആണുള്ളത്. മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, ആനിമേലിയ. ഇതിൽ മൊനീറയിൽ യൂണിസെല്ലാർ പ്രോകാരിയോട്സ് ആണ്, ഇനി പ്രോട്ടിസ്റ്റയിൽ യൂണിസെല്ലാർ യൂക്കാരിയോട്സ്, പിന്നെ ഫഞ്ചൈ, പ്ലാന്റ്, ആനിമേലിയ ഇതെല്ലാം മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്സ് ആണ്. നമുക്കറിയാം സിമ്പിൾ നിന്ന് ഹയർ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിലേക്കാണ് ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ എല്ലാ യൂണിസെല്ലുലാർ പ്രോകാരിയോട്സിനെയും ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കിങ്ഡം മൊനീറയിലാണ്. അപ്പൊ എന്താണ് പ്രോകാരിയോട്സ്? പ്രോകാരിയോട്സ് ആർ മൈക്രോസ്കോപ്പിക് സിംഗിൾ സെൽഡ് ഓർഗാനിസം that has neither a distinct nucleus with a membrane nor other specialized organelles. അപ്പോൾ അത് സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ആയിരിക്കും. അതിനൊരു ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയസ് ഇല്ല. ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ന്യൂക്ലിയസിന് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഒരു മെംബ്രെയിൻ ഉണ്ടായിരിക്കും, ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടായിരിക്കില്ല.
ഓക്കെ, അതുപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ഓർഗനൽസും ഈ സെല്ലിനകത്ത് ഉണ്ടാവില്ല. സ്പെഷ്യലൈസ്ഡ് ഓർഗനൽസ് ഇൻ ദ സെൻസ് ക്ലോറോപ്ലാസ്റ്റ് അല്ലെങ്കിൽ മൈറ്റോകോൺഡ്രിയ എന്ന് പറയുന്ന പോലെ നമ്മൾ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസും ഈ സെൽസിൽ ഉണ്ടാക്കി. സോ അതിനാണ് നമ്മൾ പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോകാരിയോട്സ് എന്ന് പറയുമ്പോൾ സിംഗിൾ സെൽഡ് ഓർഗാനിസംസ് ആയിരിക്കും. അതിലൊരു ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയസ്, അതായത് മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസും ഉണ്ടാവില്ല, അതുപോലെ സ്പെഷ്യലൈസ്ഡ് ഓർഗനൽസും ഉണ്ടാവില്ല. അങ്ങനെയുള്ള പ്രോകാരിയോട്സിനെയാണ് കിങ്ഡം മൊണീറയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് കിങ്ഡം പ്രോട്ടിസ്റ്റ. കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ യൂണിസെല്ലുലാർ യൂകാരിയോട്സിനെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. യൂകാരിയോട്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ട്രൂ ന്യൂക്ലിയസ് ഉള്ള, യൂകാരിയോട്ട് മീൻസ് ട്രൂ ന്യൂക്ലിയസ് ഉള്ള ഓർഗാനിസംസ്, അതായത് ന്യൂക്ലിയസിന് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിൻ കൊണ്ട് ബൗണ്ട് ചെയ്തിരിക്കും. അപ്പോൾ അതിനാണ് നമ്മൾ ട്രൂ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർഗനൽസ്, സ്പെഷ്യലൈസ്ഡ് ഓർഗനൽസ് ഉണ്ടായിരിക്കും. ആ ഓർഗനൽസ് മെംബ്രെയിൻ ബൗണ്ട് ആയിരിക്കും. സോ അങ്ങനെയുള്ള ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഓർഗനൽസ് ഉള്ള ന്യൂക്ലിയസ് ഉള്ള സെൽസിനെയാണ് നമ്മൾ യൂകാരിയോട്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള യൂണിസെല്ലുലാർ യൂകാരിയോട്സിനെയാണ് കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത ഫഞ്ചൈ എന്നൊക്കെ പറയുമ്പോൾ എല്ലാം മൾട്ടി സെല്ലുലാർ ആണ്. ഫഞ്ചൈ, പ്ലാന്റ്, ആനിമേലിയ ഇതെല്ലാം മൾട്ടി സെല്ലുലാർ ആണ്. ഓക്കെ, സോ കിങ്ഡം ഫഞ്ചൈയിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെട്രോട്രോഫിക് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ് വിത്ത് കൈറ്റിൻ വാൾ ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു കിങ്ഡം ഫഞ്ചൈ. അപ്പോൾ ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ മോഡുള്ള, എന്താണ് ഓട്ടോട്രോഫിക്, ഹെട്രോട്രോഫിക്? ഓട്ടോട്രോഫിക് എന്ന് പറയുമ്പോൾ ഓർഗാനിസംസ് ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസ് ദെയർ ഓൺ ഫുഡ് യൂസിങ് മെറ്റീരിയൽസ് ഫ്രം ഇനോർഗാനിക് സോഴ്സസ്. അപ്പോൾ ഇനോർഗാനിക് സോഴ്സസ് യൂസ് ചെയ്ത് സ്വയം ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ട് ആഹാരം പ്രിപ്പയർ ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് ഓട്ടോട്രോഫിക്. ഹെട്രോട്രോഫിക് എന്ന് പറയുമ്പോൾ മറ്റ് ഓർഗാനിസംസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, അത് ചിലപ്പോൾ ഡിക്കേയിങ് ഓർഗാനിസം അല്ലെങ്കിൽ മറ്റുള്ള ഓർഗാനിസംസിന് ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടാവാം. അങ്ങനെയുള്ള മറ്റു ഓർഗാനിസംസിന് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള മോഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെട്രോട്രോഫിക് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ കിങ്ഡം ഫഞ്ചൈയിലുള്ള ഓർഗാനിസംസിലെല്ലാം ഹെട്രോട്രോഫിക് ന്യൂട്രീഷൻ ആയിരിക്കും. അതുപോലെ തന്നെ അതിന് കൈറ്റിൻ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച സെൽവാൾ ആയിരിക്കും ഉണ്ടായിരിക്കുക. സോ അതിൻ്റെ സെൽവാൾ ഉണ്ടാക്കിയിരിക്കുന്ന കൈറ്റിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ കിങ്ഡം ഫഞ്ചൈയിലുള്ള ഓർഗാനിസംസ് ഹെട്രോട്രോഫിക് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ് ആണ്. അതിന് കൈറ്റിൻ സെൽവാൾ ആണ് ഉള്ളത്. ഇനി കിങ്ഡം പ്ലാന്റ്. കിങ്ഡം പ്ലാന്റയിൽ ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് ആണ്. അറിയാം നമ്മൾ, കാരണം മൾട്ടി സെല്ലുലാർ പ്ലാന്റ്സ് ആണ് കിങ്ഡം പ്ലാന്റയിൽ വരുന്നത് അല്ലേ. അപ്പോൾ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ അത് സ്വന്തമായിട്ട് ഫോട്ടോസിന്തസിസ് ചെയ്താണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ സോ അത് ഓട്ടോട്രോഫിക് മോഡാണ് അല്ലേ. അപ്പോൾ ഓട്ടോട്രോഫിക് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ സെൽവാൾ നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടാണ്, സെല്ലുലോസ്. ഓക്കെ, ഫഞ്ചൈയുടേത് കൈറ്റിൻ കൊണ്ടാണ്, പ്ലാന്റയുടേത് സെല്ലുലോസ് കൊണ്ടാണ്. പിന്നെ അതിന്റെ സ്റ്റോറേജ് മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റാർച്ച് ആണ് അല്ലെ. ഫുഡ് റിസർവ് ഏതാണ്, സ്റ്റാർച്ച് ആണ്. അപ്പൊ അതാണ് കിങ്ഡം പ്ലാന്റയുടെ പ്രത്യേകത. അപ്പൊ കിങ്ഡം പ്ലാന്റയില് മൾട്ടി സെല്ലുലാർ പ്ലാന്റ്സ് ആണ്, അതുപോലെ തന്നെ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആണ്, സെല്ലുലോസിക് സെൽവാൾ ആണ്, സ്റ്റോറേജ് മെറ്റീരിയൽ ഏതാണ്, സ്റ്റാർച്ച് ആണ്. ഇതാണ് കിങ്ഡം പ്ലാന്റയുടെ പ്രത്യേകതകൾ. ഇനി അടുത്ത ഹയർ ഓർഗാനിസം കിങ്ഡം ആനിമേലിയ. ആനിമേലിയ, അപ്പൊ ആനിമേലിയയിൽ കൂടുതലും കൺസ്യൂമേഴ്സ് ആണ് വരുന്നത്. ഇപ്പോൾ അതിൽ മൾട്ടി സെല്ലുലാർ ഹോളോസോയിക് ന്യൂട്രീഷൻ വരാം, സാപ്രോഫൈറ്റിക് ന്യൂട്രീഷൻ വരാം. ഹോളോസോയിക് എന്ന് പറയുമ്പോൾ ഇഞ്ചക്ഷൻ ആൻഡ് ഇന്റേണൽ പ്രോസസിംഗ് ഓഫ് ഗ്യാഷ്യസ്, ലിക്വിഡ്സ് ഓർ സോളിഡ് ഫുഡ് പാർട്ടിക്കിൾസ്. അപ്പോൾ ഈ ഓർഗാനിസംസ് അതായത് ഗ്യാഷ്യസോ ലിക്വിഡോ സോളിഡോ ആയിട്ടുള്ള ഫോമിലുള്ള ഫുഡ് പാർട്ടിക്കിൾസിനെ ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ട് അതിനെ ഇൻടേക്ക് ചെയ്ത് ഇന്റേണലി പ്രോസസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതാണ് കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. അതിനെ ആ ഹോളോസോയിക് ന്യൂട്രീഷൻ എന്ന് പറയും. ഇനി സാപ്രോഫൈറ്റിക് എന്ന് പറയുമ്പോൾ ഡെഡ് ഓർഗാനിസം അല്ലെങ്കിൽ ഡീക്കേയിങ് ഓർഗാനിക് മെറ്റീരിയൽസിൽ വളർന്ന് അതിൽ നിന്ന് തന്നെ ന്യൂട്രീഷൻ എടുക്കുന്ന, നറിഷ്മെന്റ് എടുക്കുന്ന ഓർഗാനിസംസ് ആണ് സാപ്രോഫൈറ്റിക്. ഓക്കെ, അപ്പോൾ കിങ്ഡം ആനിമേലിയയിലെ കൺസ്യൂമേഴ്സ് ആണുള്ളത്. അപ്പൊ അതിൽ ഹോളോസോയിക് മോഡ് ഓഫ് ന്യൂട്രീഷൻ വരാം, സാപ്രോഫൈറ്റിക്കും വരാം. ഹോളോസോയിക് എന്ന് പറയുമ്പോൾ ഗ്യാഷ്യസ്, ലിക്വിഡ് ഓർ സോളിഡ് ഫോമിലുള്ള ഫുഡ് പാർട്ടിക്കിൾസിനെ അത് ജസ്റ്റ് ഇഞ്ചക്ഷൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ഇന്റേണലി പ്രോസസ് ചെയ്യുന്നു. ഇനി സാപ്രോഫൈറ്റിക് എന്ന് പറയുമ്പോൾ ഡെഡ് അല്ലെങ്കിൽ ഡീക്കേയിങ് ഓർഗാനിക് മെറ്റീരിയലിൽ തന്നെ ആയിരിക്കും ഈ ഓർഗാനിസം വളരുന്നത്, അതിൽ നിന്ന് തന്നെ ആയിരിക്കും അത് നറിഷ്മെന്റ് എടുക്കുന്നത്. ഓക്കെ, ന്യൂട്രീഷൻ എടുക്കുന്നത്. അതിനെയാണ് സാപ്രോഫൈറ്റിക് എന്ന് പറയുന്നത്. സോ അതാണ് കിങ്ഡം ആനിമേലിയയുടെ പ്രത്യേകത. ഇനി ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഓർഗാനിസംസിനെ, കംപ്ലീറ്റ് ഓർഗാനിസംസിനെ രണ്ടായിട്ട് കാറ്റഗറൈസ്, പ്രോകാരിയോട്സ്, യൂകാരിയോട്സ്. ഓക്കെ, അത് ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയസ് ഉള്ളത്, ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയസ് ഇല്ലാത്ത. ഈ പ്രോകാരിയോട്സിനെ എല്ലാത്തിനെയും നമ്മൾ കിങ്ഡം മൊണീറയിൽ ഇൻക്ലൂഡ് ചെയ്തു. ഇനി അടുത്ത്
യൂക്കാരിയോട്സിൽ തന്നെ യൂണിസെല്ലാർ ഉണ്ട്, മൾട്ടി സെല്ലാർ ഉണ്ട്. അതിലെ യൂണിസെല്ലാർ യൂക്കാരിയോട്സ് എല്ലാം കിങ്ഡം പ്രോട്ടിസ്റ്റയിൽ വരും. ഇനി മൾട്ടി സെല്ലാറിൽ തന്നെ സെൽ വാൾ ഉള്ള ഓർഗാനിസംസ് ഉണ്ട്, സെൽ വാൾ ഇല്ലാത്തതും ഉണ്ട്. അപ്പൊ സെൽ വാൾ ഉള്ളത് ഏതൊക്കെയാണ്? ഫഞ്ചൈയും പ്ലാന്റയും. അതിൽ ഫഞ്ചൈ അതായത് ഫോട്ടോസിന്തസിസ് പെർഫോം ചെയ്യാൻ പറ്റാത്ത ഓർഗാനിസംസ് ആണ് അല്ലെ. ഹെറ്ററോട്രോഫിക് ന്യൂട്രീഷൻ ഉള്ളതാണ് ഫഞ്ചൈ. അപ്പൊ അതിന് കൈറ്റിൻ സെൽ വാൾ ആണ്. അപ്പൊ അതിനെ എല്ലാം തന്നെ നമ്മൾ കിങ്ഡം ഫഞ്ചൈയിൽ ഇൻക്ലൂഡ് ചെയ്തു. ഇനി പ്ലാന്റ് എന്ന് പറയുമ്പോൾ ദേ ആർ ഏബിൾ ടു പെർഫോം ഫോട്ടോസിന്തസിസ്, അതുപോലെ തന്നെ ഓട്ടോട്രോഫിക് ന്യൂട്രീഷൻ ആണ്. അതിനെ നമ്മൾ പ്ലാന്റയിൽ ഇൻക്ലൂഡ് ചെയ്തു. അതിന്റെ സെൽ വാൾ സെല്ലുലോസിക് ആണ്. ഓക്കെ. ഇനി സെൽ വാൾ ഇല്ലാത്ത ഓർഗാനിസംസ് മൾട്ടി സെല്ലുലാർ യൂക്കാരിയോട്ട് ആണ് ഇത് ആനിമേലിയ. അപ്പോൾ അതാണ് ക്ലാസിഫിക്കേഷൻ. അതാണ് 5 കിങ്ഡം: മൊനീറ, പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, പ്ലാന്റ് ആൻഡ് ആനിമേലിയ. ഈ ടാബുലാർ കോളം നോക്കിയാൽ മനസ്സിലാവും 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്തിനെയൊക്കെ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്? സെൽ ടൈപ്പ്, സെൽ വാൾ, ന്യൂക്ലിയർ മെംബ്രെയിൻ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം. അപ്പോൾ ഏതൊക്കെയാണ് 5 കിങ്ഡം? മൊനീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, ആനിമേലിയ. അതിലെ ഫസ്റ്റ് സെൽ ടൈപ്പിനെ ബേസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അപ്പൊ മൊനീറ മാത്രമാണ് പ്രോകാരിയോട്ടിക് ഉള്ളത്. അപ്പം പ്രോകാരിയോട്ടിക് ആയിട്ടുള്ള എല്ലാ ഓർഗാനിസംസും മൊനീറയിൽ. അടുത്ത് ബാക്കി എല്ലാ 4 കിങ്ഡമും യൂക്കാരിയോട്ടിക് ആണ് അല്ലേ. അടുത്ത് നമ്മൾ സെൽ വാൾ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ സെൽ വാളിൽ മൊനീറ നോൺ സെല്ലുലാർ ആണ്. ഇനി അടുത്ത പ്രോട്ടിസ്റ്റ നോക്കുകയാണെങ്കിൽ ചിലതിൽ മാത്രമാണ് സെൽ വാൾ ഉള്ളത്. ഇനി ഫഞ്ചയിലും പ്ലാന്റയിലും നോക്കുകയാണെങ്കിൽ ഫഞ്ചയിൽ കൈറ്റിൻ കൊണ്ടുള്ള സെൽ വാൾ ആണ് അല്ലേ, സെല്ലുലോസ് കൊണ്ടല്ല. അതുപോലെ തന്നെ പ്ലാന്റയിൽ സെല്ലുലോസ് ആണ്, ആനിമേലിയയിൽ സെൽ വാൾ ഇല്ല. ഓക്കെ. ഇനി ന്യൂക്ലിയർ മെംബ്രെയിൻ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ന്യൂക്ലിയർ മെംബ്രെയിൻ ഏതിലില്ല? മൊനീറയിലില്ല. ബാക്കി എല്ലാ 4 കിങ്ഡത്തിലും പ്രോട്ടിസ്റ്റയിലും ഫഞ്ചയിലും പ്ലാന്റയിലും ആനിമേലിയയിലും ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്. ഇനി ബോഡി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ താലസ് ഓർഗനൈസേഷൻ നോക്കുകയാണെങ്കിൽ മൊനീറയും പ്രോട്ടിസ്റ്റയും സെല്ലുലാർ ആണ് അല്ലെ, യൂണിസെല്ലുലാർ ആണ്. ഇനി ഫഞ്ചൈ ആണെങ്കിൽ മൾട്ടി സെല്ലുലാർ ആണ്. അതേസമയം പ്ലാന്റ്, ആനിമേലിയ എല്ലാം മൾട്ടി സെല്ലുലാർ, അതായത് കുറച്ചുകൂടെ ഓർഗനൈസേഷൻ അത് ഹയർ ഓർഗനൈസേഷൻ ആണ്, അതായത് ടിഷ്യൂസ്, ഓർഗൻസ്. ആനിമേലിയയിലാണെങ്കിൽ ഓർഗൻ സിസ്റ്റം, അത്രയും സ്പെഷ്യലൈസ്ഡ് ഓർഗൻസ് വരെ ഉണ്ട്. അപ്പൊ അതാണ് ബോഡി ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്തേക്കുന്നത്. ഇനി മോഡ് ഓഫ് ന്യൂട്രീഷൻ നോക്കുകയാണെങ്കിൽ മൊനീറയിൽ ഓട്ടോട്രോഫിക് ആണ്, അത് കീമോസിന്തറ്റിക് ഉണ്ട്, ഫോട്ടോസിന്തറ്റിക് ഉണ്ട്. അതുപോലെ തന്നെ ഹെറ്ററോട്രോഫിക് ഉണ്ട്, അത് സാപ്രോഫൈറ്റിക് അല്ലെങ്കിൽ പാരസൈറ്റിക് മോഡായിരിക്കും. കീമോസിന്തറ്റിക് നമ്മൾ അതായത് കെമിക്കൽസ് തന്നെ അത് യൂട്ടിലൈസ് ചെയ്തിട്ട് ഉള്ള മോഡ് ഓഫ് ന്യൂട്രീഷൻ ആണ്. ഇപ്പം സൾഫർ കണ്ടെയ്നിങ് ബാക്ടീരിയ അങ്ങനത്തെയൊക്കെ കീമോസിന്തറ്റിക് ആണ്. ഓട്ടോട്രോഫിക് മോഡിൽ കീമോസിന്തറ്റിക്, ഫോട്ടോസിന്തറ്റിക് ഉണ്ട്. ഹെറ്ററോട്രോഫിക്കിൽ സാപ്രോഫൈറ്റിക്, പാരസൈറ്റിക് ഉണ്ട്. ഓക്കെ. ഇനി പ്രോട്ടിസ്റ്റയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓട്ടോട്രോഫിക് ഫോട്ടോസിന്തറ്റിക് മാത്രമാണ്. അതുപോലെ തന്നെ ഹെറ്ററോട്രോഫിക് മോഡ് ഓഫ് ന്യൂട്രീഷന് പ്രോട്ടിസ്റ്റയിൽ ഉണ്ട്. ഇനി ഫഞ്ചയിൽ ഏതാണ്? ഹെറ്ററോട്രോഫിക് മാത്രമേ ഉള്ളൂ, അത് സാപ്രോഫൈറ്റിക്കോ പാരസൈറ്റിക്കോ ആവാം. ഇനി പ്ലാന്റയിൽ ഉള്ളി ഓട്ടോട്രോഫിക് ആണ്, അതായത് ഫോട്ടോസിന്തറ്റിക് ആണ്, ഫോട്ടോസിന്തസിസ് വഴിയാണ് അത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി ആനിമേലിയയിൽ ഹെറ്ററോട്രോഫിക് ആണ്, അത് ഹോളോസോയിക് അല്ലെങ്കിൽ സാപ്രോഫൈറ്റിക് മോഡായിരിക്കും. ഓക്കെ. സോ അതാണ് മോഡ് ഓഫ് ന്യൂട്രീഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻ. ഓക്കെ. സോ ഇതാണ്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇങ്ങനെ 5 കിങ്ഡം ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. സോ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനെ കുറിച്ച് അത്രയേ ഉള്ളൂ. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു എവരിവൺ.